Dear students, today we will discuss our 8th chapter, Figures of Speech Part 3. First topic, allegory. Allegory is a symbolic fictional narrative that conveys a meaning not explicitly set forth in the narrative. Allegory which encompasses such forms as fable, parable, and apologue may have meaning on 2 or more levels that the reader can understand only through an interpretive process. അതായത് ഒരു റീഡറെ സംബന്ധിച്ചിടത്തോളം ഇന്റർപ്രറ്റീവ് പ്രോസസ്സിലൂടെ മാത്രമേ ഈ ഉപയോഗിക്കുന്ന അല്ലിഗറിയുടെ മീനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻ അല്ലിഗറി ഈസ് എ നറേറ്റീവ്. ഒരു നറേറ്റീവിലുള്ള അല്ലിഗറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ വിച്ച് എ ക്യാരക്ടർ, പ്ലേസ് ഓർ ഇവന്റ്, അതൊരു കഥാപാത്രമാകാം, അല്ലെങ്കിൽ ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു സംഭവമാകാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെലിവർ എ ബ്രോഡർ മെസ്സേജ് എബൌട്ട് റിയൽ വേൾഡ് ഇഷ്യൂസ് ആൻഡ് ഒക്കറൻസസ്. അതായത് ഈ നറേറ്റീവിലൂടെ ഓതർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിയൽ വേൾഡിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ ലോകത്തിലുള്ള സംഭവങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, അതൊരു മെസ്സേജിലൂടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലിഗറി. അല്ലെങ്കിൽ ആ അല്ലിഗറിയിലൂടെ ഓതർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ലോകത്തിലെ സംഭവ വികാസങ്ങളെ വായനക്കാരനിലേക്ക് എത്തിക്കുക. ഓതേഴ്സ് ഹാവ് യൂസ്ഡ് അല്ലിഗറി ത്രൂ ഔട്ട് ഹിസ്റ്ററി ഇൻ ഓൾ ഫോംസ് ഓഫ് ആർട്ട് to illustrate or convey complex ideas and concepts in ways that are comprehensible or striking to its viewers, readers or listeners. ഇപ്പൊ ചരിത്രപരമായിട്ടുള്ള സംഭവ വികാസങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു നറേറ്റീവിൽ ഈ പറയുന്ന അല്ലിഗറി ഉപയോഗിക്കുന്നു. Allegory has been sometimes defined as an extended or sustained metaphor because the theme is developed by a series of metaphors which continue throughout the story. അതായത് അല്ലിഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റെൻഡഡ് ഓർ സസ്റ്റെയിൻഡ് മെറ്റാഫർ, തുടർച്ചയായിട്ടുള്ള മെറ്റാഫറുകളുടെ ഉപയോഗം. അങ്ങനെ ഈ മെറ്റാഫറുകൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് അതൊരു സീരീസ് ഓഫ് മെറ്റാഫേഴ്സ് ആക്കി മാറ്റുന്നു. അത് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന കഥയിലെ പൂർണ്ണമായിട്ട് മുഴുവനും ഈ മെറ്റാഫറുകൾ ഉപയോഗിക്കുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ്, ഒരു ശ്രേണി പോലെ മെറ്റാഫറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അല്ലിഗറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അല്ലിഗറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമീപകാല അല്ലെങ്കിൽ പ്രസന്റിലുള്ള യഥാർത്ഥ ലോകത്തുള്ള സംഭവ വികാസങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു മെസ്സേജിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളുടെ രൂപത്തിലോ സ്ഥലത്തിന്റെ രൂപത്തിലോ എല്ലാം ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ അല്ലിഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ അല്ലിഗറിയിലൂടെ നമുക്കൊരു പ്രത്യേക മെസ്സേജ് ആണ് കിട്ടുന്നത്. ഇനി അത് മെറ്റാഫറുകളുടെ രൂപത്തിൽ, അതായത് തുടർച്ചയായിട്ട് ഒരു മെറ്റാഫറുകളുടെ ശ്രേണി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അല്ലിഗറികൾ സൃഷ്ടിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ് സിംബോളിക് മീനിങ്സ് എന്ന് പറഞ്ഞാല്, അതായത് one can understand the symbolic meaning of something through action such as where, when and how it has been used. In short, it all depends on the reader. Let us talk about its literary use. അതായത് സിംബോളിക് മീനിങ്ങുകൾ,
അത് എവിടെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ചുരുക്കത്തില് എല്ലാം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ റീഡർ, എല്ലാം വായനക്കാരനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് ഒരു നോവലിലെ ആയാലും അല്ലെങ്കിൽ ഒരു പോയത്തിലെ ആയാലും സിംബോളിക് മീനിങ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബോളിക് മീനിങ്, ആ ഓദർ ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഓദർ ഉദ്ദേശിക്കുന്ന സിംബോളിക് മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്റ്റോറി എവിടെ, എപ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് റീഡർ അത് മനസ്സിലാക്കി എടുക്കുന്നത്. എന്ന് വെച്ചാൽ റീഡറുടെ മനോധർമ്മത്തെ അല്ലെങ്കിൽ റീഡറുടെ അറിവിനെ ആശ്രയിച്ചാണ് സിംബോളിക് മീനിങ്ങുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Symbolism means pre-made objects with a specific meaning that is dissimilar from the real meaning. അതായത് എന്താണ് സിംബോളിസം എന്ന് പറഞ്ഞാൽ, സിംബോളിസം മീൻസ് പെർമിയേറ്റ് ഒബ്ജക്ട്സ് വിത്ത് എ സ്പെസിഫിക് മീനിങ്, ഒരു പ്രത്യേക അർത്ഥമുള്ള ഒബ്ജക്റ്റുകൾ ദാറ്റ് ഈസ് ഡിസിമിലർ ഫ്രം ദ റിയൽ മീനിങ്, യഥാർത്ഥ മീനിങ്ങിൽ നിന്നും അല്ലെങ്കിൽ യഥാർത്ഥ മീനിങ്ങിനോട് സാദൃശ്യമില്ലാത്ത പ്രത്യേക മീനിങ്ങുകളുള്ള പ്രയോഗങ്ങളെയാണ് നമ്മൾ സിംബോളിസം അല്ലെങ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There are many other literary devices like metaphor, alliteration, allusion and allegory support in the production of symbolism. ഈ സിംബോളിസം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാഹിത്യ രചനകളില് മെറ്റാഫറുകൾ ഉപയോഗിക്കുന്നു, അതേപോലെ അല്ലിട്രേഷൻ ഉപയോഗിക്കുന്നു, അല്യൂഷൻ, അല്ലിഗറി, ഇതെല്ലാം സിംബോളിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ അല്ലിട്രേഷനെ കുറിച്ചും അതേപോലെ മെറ്റാഫറിനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനം, അതായത് അല്ലിഗ്രേഷനിലൂടെയും അല്ലിട്രേഷനിലൂടെയും അല്യൂഷനിലൂടെയൊക്കെയാണ് സിംബോളിക് മീനിങ്ങുകൾ അല്ലെങ്കിൽ സിംബോളിസം ക്രിയേറ്റ് ചെയ്യുന്നത്. The other use of symbolism is to type particular things that probably seem useless to universal themes. ഇനി സിംബോളിസത്തിന്റെ മറ്റൊരു ഉദ്ദേശം അല്ലെങ്കിൽ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ to type particular things that probably seem useless to universal themes. പ്രപഞ്ച ആശയങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടുള്ള ആശയങ്ങൾക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ചില പ്രത്യേക സംഭവ വികാസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക വസ്തുക്കളെയോ ബന്ധപ്പെടുത്തി സിംബോളിസം ഉപയോഗിക്കുന്നു. എ റൈറ്റർ ക്യാൻ യൂസ് വേരിയസ് കളർ ടു ഷോ സംതിങ്, ലൈക്ക് റെഡ് കളർ ക്യാൻ ബി സിംബൽ ഓഫ് ഡേഞ്ചർ, ലവ് ആൻഡ് ബ്ലഡ്. ഇപ്പോ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് കളർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഡേഞ്ചർ, ലവ് ആൻഡ് ബ്ലഡ്, ഇപ്പൊ രക്തത്തെ സൂചിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ സ്നേഹത്തിനെ സൂചിപ്പിക്കുന്നതിന് എല്ലാം റെഡ് കളർ ഉപയോഗിക്കുന്നു. വൺ കളർ ഈസ് സിംബോളൈസിങ് ഡിഫറെന്റ് തിങ്സ് ഹാവിങ് ഡിഫറെന്റ് മീനിങ്. ഒരേ കളർ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്തുക്കളെ വ്യത്യസ്ത അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ റെഡ് കളർ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ തൻ്റെ നറേറ്റീവിൽ റെഡ് കളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഡേഞ്ചർ, അപകടത്തിന്റെ സിമ്പലായി കണക്കാക്കാം, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സിമ്പലായി കണക്കാക്കാം. അപ്പൊ സിംബോളിസത്തിന് ഡിഫറെന്റ് മീനിങ്ങുകളാണ് ഉള്ളത്, അത് ഡിഫറെന്റ് തിങ്സും ആണ്. സിംബോളിസം ഹാസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ. സാഹിത്യ ഭാഷയിൽ അല്ലെങ്കിൽ സാഹിത്യ രംഗത്ത് സിംബോളിസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. A large number of authors have been used different symbols for different cultures, for different traditional stories, fables, legends and religious concepts. ഇനി പറയുന്നത് വളരെയധികം ഓതേഴ്സ്, എഴുത്തുകാർ, a large number of authors have been used different symbols. ഓതേഴ്സ് വ്യത്യസ്തങ്ങളായ സിംബലുകൾ, ഡിഫറെന്റ് കൾച്ചേഴ്സ്, അതായത് വ്യത്യസ്ത സംസ്കാരങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ സിംബലുകൾ ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല വ്യത്യസ്തങ്ങളായ കഥയിലെ ട്രഡീഷണൽ സ്റ്റോറീസില്, അതേപോലെ ഫാബിൾസിലും ലെജൻസിലും, അതേപോലെ മതപരമായിട്ടുള്ള രചനകളിലും എല്ലാം വ്യത്യസ്ത സിംബോളിസം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹവർ സിംബോളിസം റിജക്ട്സ് റിയലിസം. എപ്പോഴും സിംബോളിസം യാഥാർത്ഥ്യത്തെ എതിർക്കുന്നതാണ്. ആൻഡ് ഓഫേർഡ് എ ന്യൂ അപ്രോച്ച് ദാറ്റ് ട്രൂത്ത് ക്യാൻ ബി റിവീൽഡ് ഇൻ ആൻ ഇൻഡയറക്റ്റ് വേ. അതായത് റിയാലിറ്റിയെ റിജക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വെളിപ്പെടുത്തൽ കൂടി, അതായത് സത്യം വെളിപ്പെടുത്തുന്നത് ഒരു ഇൻഡയറക്റ്റ് വേയിലൂടെയാണെന്നാ പറയുന്നത്. അതായത് സിംബോളിസത്തിലൂടെ സത്യം വെളിപ്പെടും, പക്ഷെ അതൊരു ഇൻഡയറക്റ്റ് വേയിലൂടെ ആയിരിക്കും. ദ മോസ്റ്റ് നോട്ട് വർത്തി സിംബോളിസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. സാഹിത്യ ലോകത്തെ
പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിംബോളിസ്റ്റുകളാണ് പോൾ വെർലൈൻ, എസ്ര പൗണ്ട്, ചാൾസ് ബൗഡലറി ആൻഡ് ആർതർ റിംബോർഡ്. ഇവരെല്ലാവരും ലിറ്റററി വർക്ക്സുകളിലൂടെ വർക്ക്സിലെ തന്റെ സിംബോളിസം അല്ലെങ്കിൽ സിംബോളിക് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള പ്രധാന റൈറ്റേഴ്സ് ആണ്. അപ്പോൾ സിംബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്യം വെളിപ്പെടുത്തുന്നത് ഇൻഡയറക്റ്റ് വേയിലൂടെ, റിയാലിറ്റിയുമായിട്ട് ബന്ധമുള്ളതാണ്, പക്ഷെ അത് റിയൽ മീനിങ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ് വേയിലൂടെ ട്രൂത്തിനെ വെളിപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സാഹിത്യ രചനകളിൽ സിംബോളിസം ഉപയോഗിച്ചിരിക്കുന്നത്. സിംബോളിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് സീരീസ് ഓഫ് മെറ്റാഫേഴ്സ്. മെറ്റാഫറുകളുടെ ഒരു ശ്രേണിയായിട്ടാണ് സിംബോളിസം ഉപയോഗിക്കുന്നത്. ഇനി the most important example of symbolism in literature is the play of Garden of Eden. In this story, the Satan persuades Eve to eat an apple that was even forbidden to touch. However, the Satan symbolizes the apple tree with the tree of knowledge and persuades Eve to eat that fruit. In literature, symbolism is not only important in plays, but it also has great significance in poetry, ഷോർട്ട് സ്റ്റോറീസ്, ഫിക്ഷൻ ആൻഡ് പ്രോസ്. അതായത് ഏറ്റവും സിംബോളിസത്തിന്, സാഹിത്യത്തിൽ സിംബോളിസത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗാർഡൻ ഓഫ് ഏദൻ. അതില് ആ ഗാർഡൻ ഓഫ് ഏദൻ സ്റ്റോറിയില് സാത്താൻ പേഴ്സുവേഡ്സ് ഈവ്. നമുക്കറിയാം സാത്താൻ എന്താ പറയുന്നത്, ആദവും ഹവ്വയും ആയിട്ടുള്ള ആ സ്റ്റോറിയില് സാത്താൻ പേഴ്സുവേഡ്സ് ഈവ് ടു ഈറ്റ് ആൻ ആപ്പിൾ. ഹവ്വയെ ആപ്പിൾ തിന്നാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ദാറ്റ് വാസ് ഈവൻ ഫോർബിഡൻ ടു ടച്ച്, അതായത് തൊടാൻ പോലും പാടില്ലാത്ത ആപ്പിൾ തിന്നാനായിട്ട് ഹവ്വയെ പ്രേരിപ്പിക്കുന്നു. അവിടെ സാത്താൻ സിംബലൈസസ് ദ ആപ്പിൾ ട്രീ. സാത്താനെ അവിടെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് ആപ്പിൾ ട്രീയോടാണ്. വിത്ത് ദ ട്രീ ഓഫ് നോളജ്. അവിടെ ആപ്പിൾ ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മീനിങ് ട്രീ ഓഫ് നോളജ്, അറിവിന്റെ ഉറവിടമായിട്ടാണ് അതിനെ കാണുന്നത്. ആൻഡ് പേഴ്സുവേഡ്സ് ഈവൻ ടു ഈറ്റ് ദാറ്റ് ഫ്രൂട്ട്. ഇൻ ലിറ്ററേച്ചർ സിംബോളിസം ഈസ് നോട്ട് ഓൺലി ഇമ്പോർട്ടന്റ് ഇൻ പ്ലേസ്. അതായത് സാഹിത്യ ഭാഷകളില് സിംബോളിസം നാടകങ്ങളിലോ അല്ലെങ്കിൽ നാടകങ്ങളിൽ മാത്രമല്ല പ്രാധാന്യം അർഹിക്കുന്നത്, കവിതകളിലും അതേപോലെ തന്നെ ചെറുകഥകളിലും ഗദ്യങ്ങളിലും എല്ലാം സിംബോളിസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇൻ സിമ്പിൾ വേർഡ്സ്, വൺ ഹൂ വാണ്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലിറ്റററി മീനിങ് മസ്റ്റ് ബി അവെയർ ഓഫ് സിംബോളിസം. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു വ്യക്തിയെ ലിറ്റററി മീനിങ് അല്ലെങ്കിൽ സാഹിത്യ ഭാഷ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും സിംബോളിസത്തെ കുറിച്ചും അതിന്റെ അറിവിനെ കുറിച്ചും ബോധവാനായിരിക്കണം. അനദർ എക്സാമ്പിൾ ഇൻ ദ ലിറ്ററേച്ചർ ഈസ് ഫ്രാങ്ക്സ്റ്റീൻ ഇൻ മേരി ഷെല്ലി. ഇൻ ദിസ് ഗോതിക് ഫിക്ഷൻ, the character of Frankenstein was a symbol of death, revenge, and danger. Moreover, seasons are also used in literature to represent different emotions and things, such as the season of spring represented joy and youth. On the other hand, the season of autumn is the best representation of loneliness and sadness. ഇനി ലിറ്ററേച്ചറിലെ അനദർ സിംബോളിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രാങ്ക്സ്റ്റീൻ ബൈ മേരി ഷെല്ലി എന്ന് പറയുന്ന ലിറ്ററേച്ചർ ആണ്. ഇൻ ദിസ് ഗോതിക് ഫിക്ഷൻ, ദ ക്യാരക്ടർ ഓഫ് ഫ്രാങ്ക്സ്റ്റീൻ വാസ് എ സിംബൽ ഓഫ് ഡെത്ത്. ഇവിടെ ഈ ഇതൊരു ഗോതിക് ഫിക്ഷൻ ആണ്. അതിലെ ക്യാരക്ടറായ ഫ്രാങ്ക്സ്റ്റീൻ എന്ന് പറയുന്നത് മരണത്തിന്റെ പ്രതീകമാണ്, അതേപോലെ തന്നെ പ്രതികാരത്തിന്റെയും അതേപോലെ തന്നെ അപകടത്തിന്റെയും എല്ലാം പ്രതീകമാണ്. മോറോവർ, സീസൺസ് ആർ ആൾസോ യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ ടു റെപ്രസെന്റ് ഡിഫറെന്റ് ഇമോഷൻസ് ആൻഡ് തിങ്സ്. ഇതിനേക്കാളൊക്കെ പുറമെ പല ഫിക്ഷനുകളിലും കാലങ്ങള്, സീസണുകള് സിംബോളിക് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സച്ച് ആസ് സീസൺ ഓഫ് സ്പ്രിംഗ് റെപ്രസെന്റ് ജോയ് ആൻഡ് യൂത്ത്. അതായത് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വസന്തത്തെ സന്തോഷത്തിന്റെയും അതേപോലെ തന്നെ ചെറുപ്പത്തിന്റെയും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു. നേരെ മറിച്ച് ഓട്ടം സീസണ് ഏകാന്തതയുടെയും ദുഃഖത്തിന്റെയും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ സിംബോളിസം എന്ന് പറയുന്നത് ഫിക്ഷനുകളിൽ മാത്രമല്ല, നോവലുകളിലും പോയട്രികളിലും അതേപോലെ തന്നെ റിലീജിയസ് വർക്ക്സിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി യൂസ് ഓഫ് സിംബൽസ് ഇൻ അവർ എവരിഡേ ലൈഫ്. ഹ്യൂമൻ ബീയിങ്സ് യൂസ് സിംബൽസ് ഇൻ ദർ ഡേ ടു ഡേ ലൈഫ്. The majority of the individuals normally own things that give some valuable meaning to them, like a person from a friend shows a close bonding or a perfect relationship of friendship.
Organizations use different symbols to show their versatility of their work and development. In short, companies promote their brands by using strong symbols nowadays. അതായത് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള സിംബലുകൾ അല്ലെങ്കിൽ സിംബോളിക് എക്സ്പ്രഷൻസുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുമായിട്ടുള്ള പെർഫെക്റ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻസ്, സംഘടനകൾ അവരുടെ എന്താ പറയുന്ന വികസനത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സിംബൽസുകൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ കമ്പനികൾ പ്രൊമോഷന് വേണ്ടിയിട്ട് അവര് ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ സാഹിത്യ രചനകളിൽ മാത്രമല്ല സിംബോൾസ് ഉപയോഗിക്കുന്നത്, മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതത്തിലും സിംബോളിസം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇമേജറി ഈസ് ദ ആക്ട് ഓഫ് യൂസിങ് ലാംഗ്വേജ് ടു ക്രിയേറ്റ് ഇമേജ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. അതായത് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമേജറി എന്ന് സാങ്കല്പികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനക്കാരന്റെ മനസ്സിൽ ഒരു സങ്കല്പം സൃഷ്ടിക്കുന്നതാണ്. Imagery is the act of using language to create images in the reader's mind. ഒരു വായനക്കാരന്റെ മനസ്സിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇമേജറീസ് ഉപയോഗിക്കുന്നത്. റൈറ്റേഴ്സ് യൂസ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ഹെൽപ്പ് ദ റീഡർ ഫീൽ ലൈക്ക് ദേ ആർ റിവൽ wherever the writer wants them to be. Basically, the writer is trying to create a mental image for the reader through the words by choose. അതായത് ഒരു സാഹിത്യ രചനകളിൽ ഉപയോഗിക്കുന്ന ഇമേജറികളിലൂടെ അത് വായിക്കുന്ന റീഡറുടെ മനസ്സിൽ ഒരു പർട്ടിക്കുലർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Here how one of the greatest horror writers of all time, Stephen King, describe imagery. അതായത് സാഹിത്യ ഭാഷയിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലെ ഏറ്റവും ഹൊറർ റൈറ്റർ ആയിട്ടുള്ള, എക്കാലത്തെയും ഹൊറർ റൈറ്റർ ആയിട്ടുള്ള സ്റ്റീഫൻ കിങ് തന്റെ രചനകളിൽ ഇമേജറി ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇമേജറി ഡസ് നോട്ട് ഒക്കർ ഓൺ ദ റൈറ്റേഴ്സ് പേജ്, ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. എപ്പോഴും ഇമേജറി സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇമേജറി ഉണ്ടാകുന്നത് റൈറ്റേഴ്സ്, എഴുത്തുകാരന്റെ പേജിലല്ല അല്ലെങ്കിൽ മനസ്സിലല്ല, മറിച്ച് അത് വായിക്കുന്ന വായനക്കാരന്റെ മനസ്സിലാണ് ഇമേജറി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്. ടു ഡിസ്ക്രൈബ് എവരിതിങ് ഈസ് ടു സപ്ലൈ എ ഫോട്ടോഗ്രാഫ് ഇൻ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ദ പോയിന്റ്സ് വിത്ത് സീം ദ മോസ്റ്റ് വിവിഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ടു യു. The writer is to allow the reader to flesh out your sketch into a portrait. ഇനി to describe everything is to supply a photograph in words to indicate the points which seem the most vivid and important to you. The writer is to allow the reader to flesh out your sketch into a portrait. അതായത് ഒരു ഫോട്ടോഗ്രാഫ് തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിശദീകരിക്കുന്നതിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഫോട്ടോഗ്രാഫ് കാണുന്ന അല്ലെങ്കിൽ അതിന് താഴെ എഴുതിയിരിക്കുന്ന സെന്റൻസ് വായിക്കുന്ന വായനക്കാരനാണ് അല്ലെങ്കിൽ എന്താ പറയുന്ന അതിന്റെ റീഡർ ആണ് അതിന്റെ യഥാർത്ഥ മീനിങ് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇറ്റ് ഈസ് അലൗഡ് ടു റീഡർ ടു ഫ്ലഷ് ഔട്ട് യുവർ സ്കെച്ച് ഇൻ ടു എ പോർട്രേറ്റ്. അതായത് ആ പോർട്രേറ്റിന് എന്താ പറയുന്നത്, പോർട്രേറ്റ് സ്കെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പോർട്രേറ്റിന് മാംസം നൽകുന്നത് വായനക്കാരനാണ്, ഓദർ എഴുത്തുകാരനല്ല മറിച്ച്. ഇൻ അതർ വേർഡ്സ് യു ക്യാൻ തിങ്ക് ഓഫ് ഇമേജറി ആസ് പെയിന്റിംഗ് വിത്ത് വേർഡ്സ് ഇൻ ഓർഡർ ടു ഫ്യൂവൽ ദ റീഡേഴ്സ് ഇമാജിനേഷൻ. ഇനിയിപ്പോ ഒരു പെയിന്റിങ്ങിലൂടെയാണ് നമ്മൾക്ക് ഒരു ഇമേജറി തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഛായാചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു ചിത്രങ്ങളിലൂടെയാണ് എഴുത്തുകാരൻ നമ്മളുടെ മനസ്സിൽ ഒരു പ്രത്യേക ഇമേജറി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് വായനക്കാരന്റെ ഇമാജിനേഷൻ അനുസരിച്ചാണ് ആ ചിത്രം കാണുമ്പോൾ ഇമേജറി ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ എഴുത്തുകാരൻ ഉദ്ദേശിച്ച ഇമേജറി ആവണമെന്നില്ല, വായനക്കാരൻ മനസ്സിലാക്കിയെടുക്കുന്ന ഇമേജറി. An easy way to spot imagery in a text is to pay attention to words, phrases and sentences that connect with you 5 senses. ഇനി ഒരു ടെക്സ്റ്റിൽ നിന്ന് നമുക്കൊരു ഇമേജറി എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ആ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ്, വാക്കുകൾക്കും
അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രേസുകൾക്കും സെന്റൻസുകൾക്കും എല്ലാം നമ്മുടേതായ രീതിയിൽ നമ്മുടെ 5 സെൻസും ഉപയോഗിച്ച് നമ്മുടേതായ രീതിയിൽ നമ്മൾ മീനിങ് കൊടുക്കുമ്പോഴാണ്. ദാറ്റ് ഈസ് ബിക്കോസ് റൈറ്റർ നോ ദാറ്റ് ഇൻ ഓർഡർ ടു ക്യാപ്ചർ എ റീഡേഴ്സ് അറ്റൻഷൻ ദേ നീഡ് ടു എൻഗേജ് വിത്ത് ദം മെന്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി. തീർച്ചയായും ഒരു എഴുത്തുകാരന് അറിയാം വായനക്കാരനെ തന്റെ രചനയിലെ ആകൃഷ്ടനാക്കണമെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റേഴ്സ് നോ ദാറ്റ് ഇൻ ഓർഡർ ടു ക്യാപ്ചർ റീഡേഴ്സ് അറ്റൻഷൻ, വായനക്കാരന്റെ ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ ദേ നീഡ് ടു എൻഗേജ് വിത്ത് ദം മെന്റലി, അവരെ മാനസികമായും അതേപോലെ തന്നെ ശാരീരികമായും അതേപോലെ തന്നെ ഇമോഷണലി ഫീലിങ്സിലൂടെയുമാണ് വായനക്കാരന്റെ അറ്റൻഷൻ ഒരു എഴുത്തുകാരൻ നേടാനായിട്ട് ശ്രമിക്കുന്നത്. Since imagery is designed to connect a reader to a text, it is one of the most powerful tools a writer has to communicate their themes and messages. ഇനി imagery is designed to connect a reader. ഒരു imagery റീഡറുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ഒരു ടെക്സ്റ്റിലൂടെ, ഒരു ടെക്സ്റ്റിന്റെ റീഡറുമായിട്ട് ഒരു ഇമേജറി കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ടൂൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളൊരു ഉപകരണമായി അത് മാറുന്നു. ടൂൾ എ റൈറ്റർ ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ്, ഒരു റൈറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ട് മാറുന്നു. Imagery can make something abstract like an emotion or theory seem more concrete and tangible to the reader. ഇനി imagery can make something abstract. Imagery ചിലത് അബ്സ്ട്രാക്റ്റ് ആക്കുന്നു. ലൈക്ക് ആൻ ഇമോഷൻ ഓർ തിയറി, ഒരു പ്രത്യേക ഇമോഷനോ അല്ലെങ്കിൽ ഒരു തിയറിയോ അബ്സ്ട്രാക്റ്റ് ആക്കുന്നു. സീം മോർ കോൺക്രീറ്റ് ആൻഡ് ടാഞ്ചിബിൾ ടു ദ റീഡർ, വായനക്കാരന്റെ മനസ്സിൽ അത് വളരെ അടിയുറച്ച അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഉറച്ച രൂപത്തിൽ വായനക്കാരന്റെ മനസ്സിലായി ഇമേജറി നിലനിൽക്കുന്നു. ബൈ യൂസിങ് ഇമേജറി ഉപയോഗിക്കുന്നതിലൂടെ റൈറ്റേഴ്സ് ക്യാൻ ഇവോക്ക് ദ ഫീലിംഗ് they want to talk about in the readers. ഇമേജറി ഉപയോഗിക്കുന്നതിലെ എഴുത്തുകാര് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് റീഡേഴ്സിന്റെ ഫീലിങ്സ് വേക്ക് ചെയ്യുന്നു, അവരുടെ മനോവികാരങ്ങളെ എന്താ പറയുന്നു ഉണർത്താൻ ശ്രമിക്കുന്നു. ആൻഡ് ദേ മേക്കിംഗ് ദം റീഡേഴ്സ് ഫീൽ റൈറ്റേഴ്സ് ക്യാൻ ഓൾസോ ഹെൽപ്പ് റീഡേഴ്സ് കണക്ട് ടു ദ മെസ്സേജസ് ഇൻ ദർ വർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇമേജറിയെ കുറിച്ചാണ്. എന്താണ് ലിറ്റററി വർക്സിൽ ഇമേജറിയുടെ പ്രാധാന്യം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതാണ് റെക്കഗ്നൈസിങ് സ്ട്രക്ചർ വേർഡ്സ്. അതായത് നമ്മളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നോവലോ അല്ലെങ്കിൽ അതേപോലെ ഒരു ഗദ്യഭാഗമോ വായിക്കുമ്പോൾ അതിലുള്ള സ്ട്രക്ചർ വേർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. സം വേർഡ്സ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി പാസേജ് ആർ ഷോൺ ഇൻ ബോൾഡ്. ചില പ്രോസുകളിലെ ആദ്യ പാരഗ്രാഫുകളിലുള്ള വാക്കുകൾ വളരെ എന്താ പറയുന്ന ബോൾഡ് ആയിട്ടുള്ളതായിരിക്കും. ആഫ്റ്റർ എക്സാമിനിങ് ദീസ് വേർഡ്സ്, ഈ വേർഡ്സുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിച്ചാൽ വി ക്യാൻ സീ ദാറ്റ് ദീസ് വേർഡ്സ് ആർ റാദർ സ്മോൾ ആസ് കമ്പയർഡ് ടു ദ അതർ വേർഡ്സ്. ഇത് വളരെ സ്മോൾ, വളരെ ചെറുതായിരിക്കും. മറ്റു വേർഡുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഫസ്റ്റ് 2 sentences the words shown in the bold are I, all, the, that, at, my, but, could, this, because, had, to, a, in, through, at, and. ഈ വാക്കുകളെല്ലാം ഈ വേർഡ്സുകളെല്ലാം എന്താണ് വളരെ ബോൾഡ് ആയിട്ടുള്ളതാണ്. All of them except one are one syllable words. ഒരെണ്ണം ഒഴികെ ബാക്കി ഇത്രയും പറഞ്ഞ ഈ വേർഡുകളെല്ലാം എന്താണ് വൺ സിലബിൾ വേർഡ്സ് ആണ്. Some other words are also small. മറ്റു വേർഡ്സുകളും ചെറുതാണ്. Which are not shown in the bold type. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല എന്നാ പറയുന്നത് ബോൾഡ് ടൈപ്പിൽ കാണിക്കുന്നില്ല. The words in bold type in the first paragraph can be divided into different parts of speech. ഇനി ഒരു ഗദ്യഭാഗത്തിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോൾഡ് വേർഡ്സിനെ വളരെ എന്താ പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ആർട്ടിക്കിൾസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ദ, എ, ഈ രണ്ട് വാക്കുകൾ ആർട്ടിക്കിൾസിൽ പെടുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രോനൗൺസ്. പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഐ, ദാറ്റ്, മൈ, ദിസ്, ഹി, മീ, എനിത്തിങ്, എനിബഡി, ഇറ്റ്, ഹിം, വി, വാട്ട്, നത്തിങ്, യു, ഹിംസെൽഫ്. ഇതെല്ലാം പ്രോനൗൺസിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷനുകളിൽ
at, in, through, around, with, of, to, from, except, like, for. പിന്നെ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റൻസുകളെ കണക്ട് ചെയ്യുന്നത് ബട്ട്, ബിക്കോസ്, ആൻഡ്, അണ്ടിൽ, ഹൗ, ദാറ്റ്, സോ. നെക്സ്റ്റ് വരുന്നതാണ് ഓക്സിലറീസ്. ഓക്സിലറീസിൽ പെടുന്നതാണ് കുഡ്, ഹാഡ് ടു, യൂസ്ഡ് ടു, വുഡ്, വേർ, ആം, ബി, ക്യാൻ, ആർ, മേ. ഇതെല്ലാം ഓക്സിലറീസിൽ വരുന്നതാണ്. അപ്പോ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു പ്രോസ് അല്ലെങ്കിൽ ഒരു ഗദ്യഭാഗത്തിലെ പാരഗ്രാഫിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സുകളെ നമ്മൾ ബോൾഡ് വേർഡ്സ് ആയി എന്ന് പറയുന്നു. ആ ബോൾഡ് വേർഡ്സ് തന്നെ ആർട്ടിക്കിളുകളായും പ്രോനൗണുകളായും പ്രിപ്പോസിഷനുകളായും കൺജങ്ഷൻസ് ആയും ഓക്സിലറീസ് ആയും തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് സ്ട്രക്ചർ വേർഡ്സ് ആൻഡ് കണ്ടന്റ് വേർഡ്സ്. ഇംഗ്ലീഷ് വേർഡ്സ് ആർ ഫോളിംഗ് ഇൻ ടു ബ്രോഡ് ടൈപ്സ്. ഇംഗ്ലീഷ് വാക്കുകൾ രണ്ട് രീതിയിൽ ഉണ്ട്. ദോസ് ദാറ്റ് ബിലോങ് ടു ഇൻ ദ ഡിക്ഷണറി ലൈക്ക് സ്റ്റോം ആൻഡ് കൺഫാബുലേറ്റ് കോൾഡ് കണ്ടന്റ് ഓഫ് ലെക്സിക്കൽ വേർഡ്സ്, ആൻഡ് ദോസ് ദാറ്റ് ബിലോങ് ഇൻ ടു ദ ഗ്രാമർ ലൈക്ക് ഓഫ് ആൻഡ് ദ കോൾഡ് സ്ട്രക്ചർ ഫങ്ഷൻ ഓർ ഗ്രാമാറ്റിക്കൽ വേർഡ്സ്. അതായത് ഡിക്ഷണറി വേർഡുകൾ ലൈക്ക് സ്റ്റോം, കൺഫാബുലേറ്റ് അങ്ങനെയുള്ള വേർഡുകളുണ്ട്. അത് കൂടാതെ ഗ്രാമർ വേർഡുകളും ഉണ്ട്. നൗൺ, വെർബ്, അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ് ആർ ദ മേജർ പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിന്റെ പ്രധാന ഭാഗങ്ങളാണ് നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അതേപോലെ തന്നെ ആഡ്വർബ്. വേർഡ്സ് ബിലോങ്ങിങ് ടു ദീസ് കാറ്റഗറീസ് ആർ നോട്ട് സ്ട്രക്ചർ വേർഡ്സ്. ഈ കാറ്റഗറിയിൽപ്പെട്ട വേർഡുകൾ സ്ട്രക്ചർ വേർഡ്സ് അല്ല. ദേ ആർ കോൾഡ് കണ്ടന്റ് വേർഡ്സ് ഓർ ലെക്സിക്കൽ വേർഡ്സ്. ഇത്തരം വേർഡുകളെ കണ്ടന്റ് വേർഡ്സ് എന്നോ അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സ് എന്നോ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കുന്നു. ഇനി ലെക്സിക്കൽ മീനിങ് ആൻഡ് സ്ട്രക്ചറൽ മീനിങ്. സം കണ്ടന്റ് വേർഡ്സ് ഒക്കറിങ് ഇൻ അവർ പാസേജ് ആർ ആസ് ഫോളോസ്. നൗൺസ്, നൗണായിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റ് വേർഡ്സുകളാണ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ മൈക്രോസ്കോപ്പ്, അതേപോലെ സ്ട്രക്ചർ, ഫെറി, ഫിനോമിനൻ. പിന്നെ വെർബായിട്ട് ഉപയോഗിക്കുന്നതാണ് പാസ്, എൻറേജ്, പ്രിറ്റൻഡ്, ക്ലെയിം, അഡ്ജസ്റ്റ്. അടുത്തത് അഡ്ജക്റ്റീവ്സ്. നെബുലസ്, മിൽക്കി, വിവിഡ്, റെസ്റ്റ്ലെസ്, ബ്രൗൺ, എക്സെട്ര. ആഡ്വർബ്സ് പേഷ്യന്റ്ലി, ആൾവേസ്, ഷാർപ്പ്ലി, ചിയർലി, ക്വൈറ്റ്ലി. എക്സാമ്പിൾ. ഇനി എന്താണ് ലെക്സിക്കൽ വേർഡ് മീനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ദ വേർഡ് ക്യാൻ ബി എ വെർബ്. ഈ ലെക്സിക്കൽ വേർഡില് അതൊരു വെർബ് ആയിരിക്കാം, എ നൗൺ ഒരു നൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കാം. ലെക്സിക്കൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലെക്സിക്കൻ വിച്ച് ഹാസ് ദ സെയിം മീനിങ് വിത്ത് ഡിക്ഷണറി ഓർ സംതിങ് റിലേറ്റഡ് ടു ഡിക്ഷണറി. അതായത് ഡിക്ഷണറിയിലെ സെയിം മീനിങ്ങോ അല്ലെങ്കിൽ ഡിക്ഷണറി മീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വേർഡുകളാണ് നമ്മൾ ലെക്സിക്കൽ മീനിങ് എന്ന് പറയുന്നത്. On the other hand, lexical meaning word is a word or more which has a clear or certain meaning when we look up or find it in a dictionary. അതായത് ലെക്സിക്കൽ മീനിങ് വേർഡ് എന്ന് പറഞ്ഞാല് വേർഡ് ഈസ് എ വേർഡ്, ഒരു വേർഡ് ആകാം, അല്ലെങ്കിൽ ഓർ മോർ വിച്ച് ഹാസ് എ ക്ലിയർ ഓർ സർട്ടൈൻ മീനിങ്, വ്യക്തമായിട്ടുള്ള അർത്ഥമുള്ള വേർഡുകളായിരിക്കാം. വെൻ വി ലുക്ക് അപ്പ് ഓർ ഫൈൻഡ് ഇറ്റ് ഇൻ എ ഡിക്ഷണറി, ഒരു ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ വ്യക്തമായി മീനിങ്ങുകളുള്ള വേർഡുകളെയാണ് നമ്മൾ ലെക്സിക്കൽ വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബുക്ക്. ഇപ്പൊ ലെക്സിക്കൽ വേർഡ്സിന് എക്സാമ്പിൾ ആണ് ബുക്ക്, ഗോ, റൈറ്റ്, ഹെൽപ്പ്, ഹാഡ്, ബ്യൂട്ടിഫുൾ, ചേഞ്ച്, ലീവ്, ടെൽ, ഹൗസ്, എ ക്യാറ്റ്, വെൽ, എക്സെട്ര. വെൻ വി ക്ലാസിഫൈ ദ ലെക്സിക്കൽ മീനിങ് വേർഡ് will be found in noun, verb, adverb, adjective, pronoun. ലെക്സിക്കൽ മീനിങ് വേർഡിനെ നൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രോനൗൺ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു. ഇനി സ്ട്രക്ചറൽ മീനിങ് വേർഡുകളെ കുറിച്ച് പറയുമ്പോൾ സ്ട്രക്ചറൽ മീനിങ് വേർഡ് ഈസ് എ വേർഡ് ഓർ മോർ വിച്ച് ഡസ് നോട്ട് ഹാവ് എ സർട്ടൈൻ മീനിങ് ഇൻ ദ ഡിക്ഷണറി. ഡിക്ഷണറിയിൽ ഒരു കൃത്യമായ ഒരു പ്രത്യേക അർത്ഥമില്ലാത്ത വാക്കുകളെയാണ് നമ്മൾ സ്ട്രക്ചറൽ വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സ്ട്രക്ചറൽ വേർഡുകൾക്ക് ഡിക്ഷണറിയിൽ നിന്ന് നമുക്കൊരു പർട്ടിക്കുലർ മീനിങ് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ദിസ് can be a be, auxiliary, preposition, conjunction, etc. In these following terms are some structural meaning words. ഇനി structural meaning words നെ കുറിച്ചാണ് അടുത്തത്. അതിൽ പ്രധാനപ്പെട്ടത് preposition,
കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ, ആർട്ടിക്കിൾസ്. ഇനി എന്തുകൊണ്ടാണ് വൈ ഡു വി നീഡ് സ്ട്രക്ചർ വേർഡ്സ്? നമുക്ക് എന്തുകൊണ്ടാണ് സ്ട്രക്ചർ വേർഡ്സ് ആവശ്യമായിട്ട് വരുന്നത്? വി ക്യാൻ ഫൈൻഡ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇഫ് വി take a normal sentence and remove all the structure words from it. Let us take these two sentences. I could never see through a microscope. I will never see a microscope. അതായത് I could never see through a microscope എന്ന ആ സെന്റൻസിന്റെ മീനിങ്ങും I will never see a microscope എന്താണ്? നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടിട്ടില്ല, അതായത് ഞാൻ ഒരിക്കലും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടില്ല എന്ന് പറയുന്നതും ഞാൻ ഒരിക്കലും മൈക്രോസ്കോപ്പ് കണ്ടില്ല എന്ന് പറയുന്ന ഒരേ മീനിങ് ആണ്. ഇഫ് വി റിമൂവ് ദ സ്ട്രക്ചർ വേർഡ്സ് ഫ്രം ദി സെന്റൻസ്, ആദ്യത്തെ സെന്റൻസ് ഐ കുഡ് നെവർ സീ ത്രൂ എ മൈക്രോസ്കോപ്പ് എന്ന സെന്റൻസിലെ സ്ട്രക്ചർ വേർഡ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് നെവർ സീ മൈക്രോസ്കോപ്പ്. നമ്മൾ ഒരിക്കലും മൈക്രോസ്കോപ്പ് കണ്ടിട്ടില്ല എന്ന് രണ്ടാമത്തെ സെന്റൻസ് കിട്ടും. ഇൻഫാക്ട് വി ക്യാൻ തിങ്ക് ഓഫ് എ നമ്പർ ഓഫ് സെന്റൻസസ്. നമ്മൾ ഒരുപാട് സെന്റൻസുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സച്ച് ദാറ്റ് ബൈ റിമൂവിംഗ് ദ സ്ട്രക്ചർ വേർഡ്സ് വി വിൽ നെവർ സീ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഒരു വേർഡില് അല്ലെങ്കിൽ ഒരു സെന്റൻസില് സ്ട്രക്ചർ വേർഡ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലുള്ള മറ്റൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സ്ട്രക്ചർ വേർഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ യൂസിനെ കുറിച്ചുമാണ് പറയുന്നത്. ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ വേർഡ്സ് ആൻഡ് ലെക്സിക്കൽ വേർഡ്സ് ആൻഡ് ഹൗ സ്ട്രക്ചർ വേർഡ്സ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഫ്രം ലെക്സിക്കൽ വേർഡ്സ് അക്കോർഡിംഗ് ടു ദ മീനിങ്. അതായത് മീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സ്ട്രക്ചർ വേർഡ്സ് ലെക്സിക്കൽ വേർഡ്സിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്. Now we will study to describe some characteristics of the use of structure words, which also helped us to distinguish them from lexical words. Frequency of occurrences. നമ്മൾ പറയുന്നത് ഇവിടെ സ്ട്രക്ചർ വേർഡ്സും ലെക്സിക്കൽ വേർഡ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ്. അതിലൊന്നാമത്തെ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസസ്. അതായത് ഈ വേർഡിന്റെ എന്താ പറയുന്നത്, വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി. If we read any paragraph, we will be able to find that the number of structure words will be quite higher than the lexical words. ഇപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്നു നമ്പർ ഓഫ് സ്ട്രക്ചർ വേർഡ്സ് വിൽ ബി ക്വൈറ്റ് ഹയർ ദാൻ ദ ലെക്സിക്കൽ വേർഡ്സ്. നമ്പർ ഓഫ് സ്ട്രക്ചർ വേർഡ്സ് ലെക്സിക്കൽ വേർഡ്സിനേക്കാൾ ഹയർ ആണ്. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ കൗണ്ടിങ് ദ സ്ട്രക്ചർ വേർഡ്സ് we have underlined in the first paragraph of James Thurber's passage, we found that they constitute nearly half of the total number of words in the passage, where some structure words occur again and again. For example, പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലെ സ്ട്രക്ചർ വേർഡ്സ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ട്രക്ചർ വേർഡ്സ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഹയർ ആയിരിക്കും ലെക്സിക്കൽ വേർഡ്സിനേക്കാൾ. ഇപ്പോ ആഫ്റ്റർ കൗണ്ടിങ് ദ സ്ട്രക്ചർ വേർഡ്സ് ദാറ്റ് വി ഹാവ് അണ്ടർസ്റ്റാൻഡ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ജെയിംസ് തർബേഴ്സ് പാസേജ്, വി ഫൗണ്ട് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് നിയർലി ഹാഫ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ പാസേജ്. ആ പാസേജിലുള്ള ജെയിംസ് തർബറിന്റെ പാസേജ് വായിക്കുമ്പോൾ ആ പാസേജിലുള്ള മൊത്തം സ്ട്രക്ചർ വേർഡ്സ് എന്ന് പറയുന്നത് half of the where some structure words occur again and again, കൂടുതൽ half of the total number of words, ആ പാസേജിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സിന്റെ പകുതിയോളം വരും സ്ട്രക്ചർ വേർഡ്സ്. കാരണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് സ്ട്രക്ചർ വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി the article a occurs 13 times and 10 times. Similarly, other structure words like all, this, he, it, etc. also occur repeatedly. In comparison, very few lexical words are repeated. As the size of the passage increase, passage inde size validikkunnadinanusariche the frequency of structure words become high. Structure words inde frequency high ആകുന്നു and more apparent.
ഇനി why do we need structure words? എന്തുകൊണ്ടാണ് നമ്മൾ structure words നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? Developing a simple framework for your writing before you start can save considerable time and will prevent the text from meandering. You will often be able to use the titles of the main sections as headings and subheadings within the text, since these help the reader to navigate through the piece. However, even if the section titles are not desired in the finished piece, they still help you as author to structure your writing to the desired framework. There is no one set structure of framework that covers all possible forms of written communication, except perhaps that writing should start with an introduction and finish with a conclusion. There are, however, many examples of structures for different forms of writing available on the web and within the study guides. അപ്പൊ എന്തുകൊണ്ടാണ് സ്ട്രക്ചർ വേർഡ്സ് ആവശ്യമായിട്ട് വരുന്നത്? അതായത് ഒരു സിമ്പിൾ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നതിന് മുൻപ് നമുക്ക് ധാരാളം സമയം, അതായത് ഇതൊരു പ്രത്യേക രചന നടത്തുന്നതിന് മുൻപ് നമുക്ക് ധാരാളം സമയം വേണ്ടി വരുന്നു. അതിൽ നമ്മൾ എഴുതുന്ന ആ രചന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന കൃതിക്ക് ടൈറ്റിൽ കൊടുക്കണം, അതേപോലെ തന്നെ സബ് ടൈറ്റിലുകൾ കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം, സബ് ഹെഡിങ് കൊടുക്കണം. ഇതെല്ലാം എന്താ പറയുന്നത് വളരെ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് വായനക്കാരന്റെ മനസ്സിലേക്ക് എത്തിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ however even if the section titles are not decided in the finished piece, അതായത് സെക്ഷൻ ടൈറ്റിലുകൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ they still help you as the author to structure your writing to the desired framework. There is no one set structure or framework that covers all possible forms of written communication, except perhaps that writing should start with an introduction and finish with a conclusion. എപ്പോഴും നമ്മൾ രചനകൾ ആരംഭിക്കുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അത് അവസാനിക്കുന്നത് ഒരു കൺക്ലൂഷനോട് കൂടിയിട്ടാണ്. There are, however, many examples of structures for different forms of writing available on the web and within study guides. Two examples of common structures of writing different types of communication are provided below. Many variations on these frameworks as well as other frameworks for different purposes exist, but if you have been given a framework to follow, you should use this instead. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് സ്ട്രക്ചർ വേർഡ്സ്, ലെക്സിക്കൽ വേർഡ്സ്, അതേപോലെ തന്നെ ഇമേജറി എന്നീ കാര്യങ്ങളെ കുറിച്ചാണ്. Okay, dear students, today we will wind up the class.